പേരാവൂർ തൊണ്ടിയിൽ സ്വദേശിയും കൊളക്കാട് ഹൈവിഷൻ നെറ്റ്വർക്കിലെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കേബിൾ ടിവി ഓപ്പറേറ്ററുമായിരുന്ന രാജേഷ് കിളിയത്തിലിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇന്റർനെറ്റ് കേബിൾ ടിവി മേഖലയിലെ സഹപ്രവർത്തകർ ചേർന്ന പേരാവൂർ താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് കട്ടിൽ, കിടക്ക, വീൽചെയർ, വാക്കർ എന്നിവ കൈമാറി. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും HMC ചെയർമാനുമായ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. രാജേഷ് അകാലത്തിലാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. നിങ്ങളെ സഹപ്രവർത്തകർ മാത്രമല്ല, ഈ നാടിനാകെ ഒരു വലിയ നഷ്ടം വരുത്തി വെച്ചിട്ടാണ് അദ്ദേഹം ഒരു വർഷം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞത്. കുറേ കാലം കൂടി നമ്മോടൊപ്പം ജീവിക്കേണ്ട ആളായിരുന്നു. വലിയ പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ തന്നെയാണ് അദ്ദേഹം അസുഖബാധിതനായി തുടർന്ന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ഘട്ടത്തിനകത്ത് ഏറ്റവും നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് നിങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് പേരാവൂർ താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുന്ന ഉപകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിവിടെ ഏൽപ്പിക്കുന്നത്. ഒരിക്കലും നമുക്കറിയാം, നല്ല നിലയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആലോചിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇതൊരു മാതൃകയാക്കിയിട്ട് നമുക്ക് മറ്റാളുകൾക്കും ഇത് മാതൃകയാക്കാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ സമൂഹത്തിനകത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും മറ്റാളുകളുടെ സഹായത്തോടു കൂടി ജീവിക്കേണ്ടി വരുന്ന, അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അവർക്കൊരു കാരുണ്യത്തിൻ്റെ ഒരു സ്പർശമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിവിടെ നൽകുന്നത്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും നിങ്ങളുടെ ഈ നല്ല കാര്യത്തിന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് COA കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നലെ പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തനെ പോലെ ഞങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തി ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞിട്ട് ഒരു വർഷമായിരുന്നു തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ആക്റ്റീവായ ഒരു പ്രവർത്തകനായിരുന്നു എന്നുള്ള രാജേഷ് ഞങ്ങളുടെ മനസ്സിലെപ്പോഴും. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഇടപെട്ടിട്ടുള്ള ഓരോ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മികവും വൈദഗ്ധ്യവും. പക്ഷേ അകാലത്തിൽ തന്നെ അദ്ദേഹത്തെ വിധി തട്ടിയെടുത്തു എന്ന് തന്നെ പറയാൻ പറ്റും കാര്യം. എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ നല്ല സ്മരണകൾ നിലനിർത്താൻ വേണ്ടി തന്നെ, അദ്ദേഹത്തിൻ്റെ കാലത്തെയും നല്ല ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെ സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള ചില മെഡിക്കൽ എക്യുപ്മെൻറ്റ്സുകൾ ഇന്നത് വിതരണം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സ്മരണ നിലനിർത്താൻ ആഗ്രഹിക്കുകയാണ്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇരിട്ടി മേഖലാ പ്രസിഡന്റും ഹൈവിഷൻ ചാനൽ മാനേജിംഗ് ഡയറക്ടറുമായ കെ പ്രമോദ് ഉപകരണങ്ങൾ കൈമാറി. IFB സമീർ സുലൈമാൻ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൈഥിലി രമണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന നാരായണൻ, സോണി CJ, ഗോപിദാസ്, ഷംജിത് കുമാർ, ജിജി കണിച്ചാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.